ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ-അവീവിന് സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ ബസ് സ്ഫോടനത്തിന് പിന്നിൽ, ചാവേർ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന് തെളിയിക്കുന്ന നിർണായകമായ തെളിവുകൾ ലഭിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ ഷിൻബെറ്റാണ് ഇത് സംബന്ധിച്ച ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ചാവേർ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെ ബുദ്ധിയാണ്. ചാവേർ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നൽകിയത് ഇറാനാണ്. ചാവേർ സ്ഫോടനത്തിനായുള്ള സാമ്പത്തികം നൽകിയത് ഇറാനാണ്. ചാവേർ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് വെസ്റ്റ് ബാങ്കിലാണ്. വെസ്റ്റ് ബാങ്കിലെ സമരിയ പ്രദേശത്താണ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ അവിടെ എത്തിച്ചതും സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയതും സ്ഫോടനത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സമയം ക്രമീകരിച്ചതും സ്ഫോടനം നടത്താനുള്ള തീവ്രവാദികളെ കണ്ടെത്തിയതുമെല്ലാം വെസ്റ്റ് ബാങ്കിലെ സമരിയ പ്രദേശത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ഷിൻബെറ്റ് കണ്ടെത്തിയിരിക്കുന്നു. ഇസ്രായേലിൽ നൂറുകണക്കിന് ഇസ്രായേലി പൗരന്മാരുടെ ജീവനെടുക്കാനുള്ള, അവരെ വധിക്കാനുള്ള, അവരെ കൊലപ്പെടുത്താനുള്ള ആക്രമണത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ഇറാനാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ അറിവോടുകൂടിയാണ് ഈ ആക്രമണ പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഷിൻബെറ്റ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ബിഗ് ബ്രേക്കിംഗ് ആണ്. ഷിൻബെറ്റിന്റെ ഈ വിവരം ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ പിടികൂടപ്പെട്ട ചില തീവ്രവാദികളിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ സമയം ഇന്ന് രാവിലെ 9-നും 9:30-ക്കും ഇടയ്ക്ക് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ തീവ്രവാദികൾ ഈ സ്ഫോടനത്തിന്റെ സമയം ക്രമീകരിച്ചപ്പോൾ തെറ്റിപ്പോയി. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം സ്ഫോടനം നടന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് ഇസ്രായേലിനൊപ്പമുണ്ട്. ഇസ്രായേലിനെ ദൈവം കാത്തുരക്ഷിച്ചു. ഇന്ന് രാവിലെയാണ് സ്ഫോടനം നടന്നതെങ്കിൽ നൂറുകണക്കിന് ഇസ്രായേലികൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടേനെ. ഇസ്രായേലിനൊപ്പം ദൈവമുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇതുകൂടി മനസ്സിലാക്കിയിട്ടാണ്. എന്തായാലും തീവ്രവാദികളുടെ ഉറവിടം ഇറാനാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തുർക്കാറാം ബറ്റാലിയനാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ളത് നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയതാണ്. എന്നാൽ തുർക്കാറാം ബറ്റാലിയന് ആരാണ് സ്ഫോടക വസ്തുക്കൾ നൽകിയത്? ആരാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്? ഇസ്രായേലിൽ ഒരു ചാവേർ ആക്രമണം നടത്തി ഇസ്രായേലിന് വൻ തിരിച്ചടി നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ ആരാണ്? ഇത് സംബന്ധിച്ച നിർണായകമായ പരിശോധന ഇസ്രായേൽ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചിരുന്നു. ഒടുവിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ചെന്നെത്തിയത് ഇറാനാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നാണ്. ഇസ്രായേലിന് നേരെ വൻ ആക്രമണം നടത്താൻ നേരത്തെ തന്നെ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ചാവേർ ആക്രമണം ഇറാൻ നടത്തുമെന്ന് ഇസ്രായേൽ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇന്ന് ആദ്യത്തെ സ്ഫോടനമുണ്ടായത് ടെൽ-അവീവിന് സമീപമുള്ള മത്യാമിലാണ്. ടെൽ-അവീവിന് സമീപമുള്ള മത്യാമിൽ 3 ബസ്സുകളിൽ സ്ഫോടനം നടന്നു. 3 ബസ്സുകൾ പൊട്ടിത്തെറിച്ചു. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തെരുവുകളിലെ ഒരു വലിയ ചാവേർ ആക്രമണമായിരുന്നു. എന്നാൽ ആർക്കും തന്നെ ആളപായമില്ല. പിന്നാലെ വൻതോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിലെ ടെൽ-അവീവിന് സമീപമുള്ള പട്ടണങ്ങളിലെ സ്കൂളുകൾ അടച്ചു. താൽക്കാലികമായി ആളുകളെ റോഡുകളിൽ നിന്ന് മാറ്റി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. എല്ലായിടത്തും അതിസുരക്ഷിതമായിട്ടുള്ള പരിശോധന നടത്തി. ഒടുവിൽ ആ പരിശോധനയിൽ ഹൊളോണിൽ, ടെൽ-അവീവിന് സമീപമുള്ള മറ്റൊരു പ്രദേശമായ ഹൊളോണിൽ നിർത്തിയിട്ട ബസ്സുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് ടെൽ-അവീവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ബസ്സുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ അതിശക്തമായ പരിശോധനയാണ് ഇസ്രായേൽ സേന ആരംഭിച്ചത്. ഏറ്റവും ഒടുവിൽ ആ ക്രൂരകൃത്യത്തിന് പിന്നിലുള്ള ആ ശക്തികളെ, ദുഷ്ടശക്തികളെ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാൻ എന്ന ഭീകര രാജ്യമാണ് ഇന്ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൻ്റെ സൂത്രധാരൻ. ഇറാനിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് വെസ്റ്റ് ബാങ്കിൽ ഇത് സംബന്ധിച്ച സ്ഫോടനത്തിനുള്ള എല്ലാ ആസൂത്രണം നടത്തുകയും ഒടുവിൽ ആ ആസൂത്രണം ടെൽ-അവീവിന് സമീപമുള്ള മത്യാമിൽ നടപ്പാക്കുകയും ചെയ്തത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചില ചാരന്മാർ ഇതിൽ നേരിട്ട് പങ്കെടുത്തതായുള്ള വിവരങ്ങളും ഇപ്പോൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചില ചാരന്മാരും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇപ്പോൾ ഷിൻബെറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിനുള്ള ദൗത്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഈ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്ന അഭയാർത്ഥി ക്യാമ്പുകൾ അരിച്ചു പറക്കുകയാണ് IDF-ഉം അതുപോലെ തന്നെ ഷിൻബെറ്റും
കൂടുതൽ തീവ്രവാദികളെ ആ മേഖലയിൽ നിന്ന് കണ്ടെത്തുകയാണ്. ഈ ആക്രമണത്തിൻ്റെ പ്രകോപനം എന്ത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ ചില വിലയിരുത്തലുകളും ഇപ്പോൾ ഷിൻബെറ്റ് നൽകുന്നുണ്ട്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉടൻ തന്നെ ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും ആണവശാലകളെയും ഇസ്രായേൽ ആക്രമിക്കും. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുന്നതിനുള്ള വമ്പൻ നീക്കം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേന തകർത്തു കഴിഞ്ഞിരിക്കുന്നു. ഗാസയേക്കാൾ അതിരൂക്ഷമായ ആക്രമണം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുകയാണ്. ഒരു കാലത്ത് ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തുമ്പോൾ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട താവളമായിരുന്നു വെസ്റ്റ് ബാങ്ക്. ആ വെസ്റ്റ് ബാങ്കിൽ കൂടി കയറി ഇസ്രായേൽ ആക്രമിച്ചു തുടങ്ങിയതോടുകൂടി ഇതിനൊരു തിരിച്ചടി നൽകണമെന്ന ചിന്ത ഇറാനുണ്ടായി. ഇറാന്റെ ബുദ്ധിയിൽ നിന്നുദിച്ച, ഇറാന്റെ സാമ്പത്തിക സഹായത്തിൽ നിന്നുദിച്ച, ഇറാന്റെ ആയുധ സഹായത്തിൽ നിന്നുദിച്ച ഒരു ചാവേർ സ്ഫോടനമാണ് ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത്, ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ആ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ്. ആ ഇറാൻ ദുഷ്ടശക്തിക്കെതിരെ എത്രയും വേഗം യുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ഒരു ചാവേർ സ്ഫോടനം നടത്തിയതിന് ഉള്ള ശിക്ഷ ഇറാന് നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടാകും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ കത്തിക്കും. ഇറാന്റെ ആണവ ആയുധങ്ങൾ ഇറാൻ ചാരമാക്കും. ഇറാൻ എന്ന രാജ്യത്തെ തന്നെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉഗ്ര ശബ്ദം വന്നിരിക്കുന്നു. ഇറാന്റെ നെഞ്ചു പിളർക്കും. ഇസ്രായേലിനെ വേദനിപ്പിച്ച, ഇസ്രായേലികളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ ഇറാന്റെ പരമോന്നത നേതാവായാലും ആരായാലും ഇനി ഭൂമിയിൽ ഉണ്ടാകില്ല എന്നുള്ള വമ്പൻ പ്രഖ്യാപനം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് നേരെ വൻ ആക്രമണം നടത്താൻ നേരത്തെ തന്നെ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ചാവേർ ആക്രമണം ഇറാൻ നടത്തുമെന്ന് ഇസ്രായേൽ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇന്ന് ആദ്യത്തെ സ്ഫോടനമുണ്ടായത് ടെല്ലവീവിന് സമീപമുള്ള മത്യാമിലാണ്. ടെല്ലവീവിന് സമീപമുള്ള മത്യാമിൽ 3 ബസ്സുകളിൽ സ്ഫോടനം നടന്നു. 3 ബസ്സുകൾ പൊട്ടിത്തെറിച്ചു. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തെരുവുകളിലെ ഒരു വലിയ ചാവേർ ആക്രമണമായിരുന്നു. എന്നാൽ ആർക്കും തന്നെ ആളപായമില്ല. പിന്നാലെ വൻതോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിലെ ടെല്ലവീവിന് സമീപമുള്ള പട്ടണങ്ങളിലെ സ്കൂളുകൾ അടച്ചു. താൽക്കാലികമായി ആളുകളെ റോഡുകളിൽ നിന്ന് മാറ്റി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.